സർവശക്തനായ കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഫെയ്ത്ത് വോയിസിലേക്ക് എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യുന്നു. ദാനിയേൽ പ്രവാചകന്റെ പുസ്തകം 10-ാം അധ്യായം 12 മുതലുള്ള തിരുവചനങ്ങൾ ഇങ്ങനെ വ്യക്തമാക്കുന്നു. അവൻ പറഞ്ഞു, ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്താൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. ക്രിസ്തുവിൽ ഏറ്റവും സ്നേഹമുള്ളവരെ, പ്രാർത്ഥനയുടെ നടുവിൽ നമ്മെ ധൈര്യപ്പെടുത്തുവാൻ കടന്നുവരുന്ന ഒരു ദൈവമുണ്ട്. ആ ദൈവമാണ് ഉദ്ധിതനായ കർത്താവായ യേശു ക്രിസ്തു. ആരെല്ലാം തന്നെ എളിമപ്പെടുത്തി ദൈവത്തിനു മുമ്പിൽ പ്രാർത്ഥിക്കുവാൻ ഇരിക്കുന്നുവോ അവരെ ശക്തിപ്പെടുത്തുവാൻ ഈ ദൈവം കൂടെയുണ്ടാകും. ദാനിയേൽ ദൈവത്തിനു മുമ്പിൽ അങ്ങനെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങിയപ്പോൾ ദാനിയേലിനെ ശക്തിപ്പെടുത്തുന്ന ദൈവശബ്ദം അവൻ കേട്ടു. ദാനിയേലേ, ഭയപ്പെടേണ്ട. ശരിയായി അറിയുന്നതിന് നീ നിന്റെ ദൈവത്തിന്റെ മുൻപിൽ നിന്നെ തന്നെ എളിമപ്പെടുത്തുവാൻ തുടങ്ങിയ ദിവസം മുതൽ നിന്റെ പ്രാർത്ഥന കേൾക്കപ്പെട്ടിരിക്കുന്നു. സ്നേഹമുള്ളവരെ, നമ്മൾ എന്നാണോ ദൈവത്തെ അനുസരിക്കുന്നവരായി ദൈവത്തിനു മുമ്പിൽ കടന്നു ചെല്ലുന്നത്, അപ്പോൾ കർത്താവിന് നമ്മോടുള്ള സ്നേഹത്തിന് വിട്ടുപിരിയാനാവാത്ത ഒരു ബന്ധമുണ്ടാകും. നമ്മുടെ ജീവിതത്തെ വീണ്ടും അനുഗ്രഹിക്കുവാനായി കാത്തു നിൽക്കുന്ന ദൈവത്തിന്റെ കരം പിടിച്ച് ആർക്കും തകർക്കുവാൻ പറ്റാത്ത വിശ്വാസത്തിന്റെ ആഴങ്ങളിലേക്ക് നാം കടന്നു പോകണം. ഒരുക്കമുള്ള ഹൃദയത്തോടെ ദൈവസന്നിധിയിൽ അഭയം പ്രാപിക്കുന്നവരെ ഒരു നാളും കൈവിടാത്ത ഒരു ദൈവമാണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു. അതുകൊണ്ട് ആ കർത്താവിനോട് നമുക്ക് പറയാം, അങ്ങയുടെ രക്ഷയുടെ സന്തോഷം എനിക്ക് വീണ്ടും തരണമേ. ഒരുക്കമുള്ള ഹൃദയം നൽകി എന്നെ താങ്ങണമേ. നമ്മുടെ കർത്താവായ യേശു നമുക്ക് നൽകുന്ന രക്ഷയിലേക്ക് നമുക്ക് കടന്നു ചെല്ലാം. നമുക്ക് പറയാം, കർത്താവേ, ഞാൻ അങ്ങേ ആരാധിക്കുന്നു. ദൂതന്മാരോടൊപ്പം നമുക്കും അവിടുത്തെ വാഴ്ത്തിപ്പാടാം. തന്റെ തിരുരക്തം മറുവിലയായി നൽകി നമ്മെ വീണ്ടെടുത്ത കർത്താവായ യേശുവിന് നന്ദി പറയാം. ഉദ്ധിതനായ യേശുവിനെ നമുക്ക് ആരാധിക്കാം. ഓ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. രക്ഷ ദാനമാണേ, ജീവൻ നിൻ യാഗത്താലേ. രക്ഷാദാനമാണേ, ജീവൻ നിൻ യാഗത്താലേ. ഞാനായതും ആകുന്നതും ഓ യേശുവേ, മറുവിലയായ നാഥനാലേ. ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ. യേശുവേ, ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. യേശുവേ, ആരാധ്യനേ, ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ. കർത്താവായ യേശുവേ, ഞങ്ങൾ എന്തായിരിക്കുന്നുവോ അത് അങ്ങയുടെ കൃപയാണ്, അങ്ങയുടെ ദാനമാണ്. ദാനമല്ലാതെ ഒന്നുമില്ല ഞങ്ങളുടെ ജീവിതത്തിൽ. യേശുവേ, പൂർണ്ണമായും ഞങ്ങളെ തന്നെ സമർപ്പിച്ചുകൊണ്ട് ഞങ്ങൾ അങ്ങയെ ആരാധിക്കുന്നു. അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു, അങ്ങേക്ക് നന്ദി പറയുന്നു. യേശുവേ, ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ. ആമേൻ.
തേജസ്സാലേ അഗ്നിയാഭിഷേകം ദാനമാണേ നിലനിർത്തിയിടും തേജസ്സാലേ പ്രശംസിക്കുവാനൊന്നുമില്ലേ കൃപയാലുള്ള ദാനമാണേ പ്രശംസിക്കുവാനൊന്നുമില്ലേ കൃപയാലുള്ള ദാനമാണേ യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ കർത്താവായ യേശുവേ, നിത്യതയോളം നിലനിൽക്കുന്ന അങ്ങയുടെ സ്നേഹത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. സ്നേഹം ദാനമാണേ നിത്യതയോളം നിലനിർത്തുമേ ഹല്ലേലൂയ. നിത്യസ്നേഹം ദാനമാണേ നിത്യതയോളം നിലനിർത്തുമേ മാറ്റം വരില്ല വാഗ്ദത്തമേ അവകാശമാം നിത്യതയേ മാറ്റം വരില്ല വാഗ്ദത്തമേ അവകാശമാം നിത്യതയേ യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ ഓ യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടുന്നേ ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ ഞാനായതും ആകുന്നതും മറുവിലയായ നാഥനാലേ യേശുവേ ആരാധ്യനേ ദൂതന്മാർ വാഴ്ത്തിയിടും യേശുവേ, ഞങ്ങൾ അങ്ങേ ആരാധിക്കുന്നു. യേശുവേ കർത്താവേ, അങ്ങേക്ക് സ്തോത്രം ചെയ്യുന്നു. ആരാധ്യനേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും സമർപ്പിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുന്നു. ഇന്ന് വിശ്വാസത്തോടെ കർത്താവായ യേശുവിന്റെ തിരുമുമ്പിൽ പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ പ്രാർത്ഥനകൾ കർത്താവ് ശ്രവിച്ച് ഏവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു.